ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ടാണ്. സോ ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു ടോക്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഇലക്ട്രിക് സ്റ്റേറ്റ്. അപ്പോൾ ആ ഒരു സിനിമയെ പറ്റി നോക്കുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ളൊരു കാര്യം, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനുള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ദ ഇലക്ട്രിക് സ്റ്റേറ്റ്, യെസ്, ഇതാണ് പറഞ്ഞത് ഗൈസ്. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് സ്റ്റേറ്റ്. നെറ്റ്ഫ്ലിക്സിൽ ആണ്. ഓക്കെ, സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ റോബോട്ട്സ് 1990s ഈ ഒരു പ്ലോട്ട് നടന്നു പോകുന്നത്. റോബോട്ട്സ് അവരുടേതായിട്ടുള്ള ഒരു അവകാശത്തിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൽ ഹ്യൂമൻസിനും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെ റോബോട്ട്സിനെ നശിപ്പിക്കാനായിട്ട് ഹ്യൂമൻസ് തീരുമാനിക്കുകയാണ്. അവരൊരു പ്ലാനിങ് എടുക്കുകയാണ്. സോ അങ്ങനെ ഓരോ റോബോട്ട്സിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോബോട്ടൊക്കെ പോയിട്ട് ഒരു സ്ഥലത്ത് ഒത്തുചേരുകയാണ്. പിന്നെ ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, നായിക ഇതിനുള്ളിൽ എങ്ങനെ വരുന്നു, നായികയുടെ ബ്രദർ ഇതിനകത്ത് എങ്ങനെ മിസ് ചെയ്യുന്നുണ്ട്, സോ ഇത് തന്നെ കണ്ടുപിടിക്കില്ലേ, ഇതിനിടയിൽ നായകൻ എവിടെ നിന്ന് വരുന്നു, ആൻഡ് എങ്ങനെ അവർ കണക്ട് ആവുന്നു, ഇവരും റോബോട്ടും തമ്മിൽ എന്താണ് കണക്ഷൻസ് ഉണ്ടാവുക, സോ റോബോട്ടുകൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞോ ഇല്ലേ എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇതിൽ പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ മെയിനായിട്ട് എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഇതിൻ്റെ ആ ഒരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള ആ ഒരു ലുക്സാണ്. സോ മേക്കിംഗ് ആണ്. സോ അതൊക്കെ അടിപൊളിയാണ്. പെർഫോമൻസ് അടിപൊളിയാണ്, സൗണ്ട് ഡിസൈൻസ് അടിപൊളിയാണ്, കൺസെപ്റ്റ് അടിപൊളിയാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾ അടിപൊളിയാണെന്ന് പറയുമ്പോഴും ഇതെല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഒരു ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബെസ്റ്റായിപ്പോയി. കാരണം അവർ പറയാൻ വന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. സോ അതൊരു വെറൈറ്റി ഫീല് തന്നു. പക്ഷെ ആ ഫീലിനും അപ്പുറം നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമല്ലോ. ആ ഒരു ഇമ്പാക്റ്റ് ദ ഇലക്ട്രിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ മിസ്സാവുന്നുണ്ട്. ഇമ്പാക്റ്റ് ഇല്ലാതെ പോയ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി ഈ ഒരു ദ ഇലക്ട്രിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന സിനിമ. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിൽ ലീവ് ചെയ്യുക. സോ ഇങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുപോകാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഒരു തവണ സമയമുണ്ടെങ്കിൽ വേസ്റ്റ് സമയമുണ്ടെങ്കിൽ കണ്ടിരിക്കാവുന്ന, അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്യാനും സമയമില്ലെങ്കിൽ കണ്ടിരിക്കാവുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു ആവറേജ് പടമായിട്ട് എനിക്ക് തോന്നി. പെർഫോമൻസിലും മേക്കിങ്ങിലും ഒക്കെ തന്നെ ദ ഇലക്ട്രിക് സ്റ്റേറ്റ്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, കാണണോ വേണ്ടതെന്നുള്ളത്.